ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറം 49.3 ആണ്. ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയാം. ലെറ്റ് ഇ ബി ആൻ ഓൾജിബ്രൈക് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് എഫ്. ലെറ്റ് സിഗ്മ ബി ആൻ ഐസോമോർഫിസം ഓഫ് എഫ് ഓൺ ടു എ ഫീൽഡ് എഫ് ഡാഷ്. Let f dash closure be an algebraic closure of f dash. Then sigma can be extended to an isomorphism tau of E onto a subfield f dash closure such that tau of A equal to sigma of A for A belongs to F. അതായത് ഇ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ്. സിഗ്മ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസമാണ് ഫ്രം എഫ് ഓൺ ടു എഫ് ഡാഷ്. ഇനി എഫ് ഡാഷ് ക്ലോഷർ എന്ന് പറയുന്നത് എഫ് ഡാഷിൻ്റെ ഒരു ഓൾജിബ്രായിക് ക്ലോഷറാണ്. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്മേനെ നമുക്ക് ടോയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ തിയറം പറയുന്നത്. വേർ ടോ ഈസ് ആൻ ഐസോമോർഫിസം ഓഫ് ഇ ഓൺ ടു എ സബ് ഫീൽഡ് എഫ് ഡാഷ് ക്ലോഷർ സച്ച് ദാറ്റ് ടോ ഓഫ് എ ഈക്വൽ ടു സിഗ്മ ഓഫ് എ ഫോർ എ ബിലോങ്സ് ടു എഫ്. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളൊരു സെറ്റ് എടുക്കും. ആ സെറ്റ് എന്ന് പറയുന്നത് ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റാന്ന് പ്രൂവ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ചെയിൻ എടുത്ത് ആ ചെയിനിന് ഈ പാർഷ്യലി ഓർഡേർഡ് സെറ്റിൽ ഏതൊരു ചെയിനിനും അപ്പർ ബൗണ്ട് ഉണ്ടെന്നും അതിനകത്ത് ഒരു അപ്പർ ബൗണ്ടിൻ ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് എല്ലാ പാർഷ്യലി ഓർഡേർഡ് സെറ്റിനും അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു മാക്സിമൽ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു മാക്സിമൽ എലമെൻ്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് സോൺസ് ലെമ്മ പറയുന്നത്. സോൺസ് ലെമ്മ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എൽ ലാംഡ എന്ന് പറയുന്നൊരു പെയർ കൺസിഡർ ചെയ്യാണ്. എൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ് ഫീൽഡാണ്. സച്ച് ദാറ്റ് എഫ് സബ് ഫീൽഡ് ഓഫ് എൽ സബ് ഫീൽഡ് ഓഫ് ഇ ആൻഡ് ലാംഡ ഈസ് ആൻ ഐസോമോർഫിസം ഓഫ് എൽ ഓൺ ടു എ സബ് ഫീൽഡ് ഓഫ് എഫ് ഡാഷ് ക്ലോഷർ സച്ച് ദാറ്റ് ലാംഡ ഓഫ് എ ഈക്വൽ ടു സിഗ്മ ഓഫ് എ ഫോർ എ ബിലോങ്സ് ടു എഫ്. ലാംഡ എന്ന് പറയുന്നത് ഐസോമോർഫിസം ആണ് എല്ലിൽ നിന്നും എഫ് ഡാഷ് ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡിലേക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പേഴ്സിൻ്റെ കളക്ഷൻ ഒരു സെറ്റ് എടുക്കുകയാണ് എസ് എന്ന് പറയുന്നത്. ദ സെറ്റ് എസ് ഓഫ് സച്ച് പെയർ എൽ ലാംഡ ഈസ് നോൺ എം ടി. കാരണം ഈ എസ് എന്ന് പറയുന്നത് ഒരു നോൺ എം ടി സെറ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എഫ് സിഗ്മ എന്ന് പറയുന്നത് ഈ എൽ ലാംഡ പോലെയുള്ള ഒരു പെയറാണ് എസ്സിലെ. അതെന്ന് വെച്ചാൽ കാരണം എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇയുടെ ഒരു സബ് ഫീൽഡാണ്. അതുപോലെ തന്നെ സിഗ്മ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസമാണ് ഫ്രം എഫ് ഓൺ ടു എഫ് ഡാഷ്. ദെർഫോർ എഫ് സിഗ്മ ഈസ് സച്ച് എ പെയർ ഇൻ എസ്. ഇനി നമ്മൾ എസ്സിലൊരു പാർഷ്യൽ ഓർഡർ ഡിഫൈൻ ചെയ്യാൻ പോകണേ. ഡിഫൈൻ എ പാർഷ്യൽ ഓർഡറിങ് ഓൺ എസ് ബൈ L1 ലാംഡ 1 ലെസ്സർ ഈക്വൽ ടു L2 ലാംഡ 2 ഇഫ് L1 ഇസ് സബ് ഫീൽഡ് ഓഫ് L2 ആൻഡ് ലാംഡ 1 ഓഫ് എ ഈക്വൽ ടു ലാംഡ 2 ഓഫ് എ ഫോർ എ ബിലോങ്സ് ടു L. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലെസ്സർ ഈക്വൽ ടു ഇസ് എ പാർഷ്യൽ ഓർഡറിങ് ഓൺ എസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഈ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് റിഫ്ലെക്സീവും ആൻറ്റിസിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എസ്സിലെ ഒരു എലമെൻറ്റ് L1 ലാംഡ 1 എടുക്കുകയാണ്. L1 ലാംഡ 1 ബിലോങ്സ് ടു എസ്. ദെൻ L1 ലാംഡ 1 ലെസ് ആർ ഈക്വൽ ടു L1 ലാംഡ 1 സിൻസ് L1 ഇസ് എ സബ് ഫീൽഡ് ഓഫ് L1 ആൻഡ് ലാംഡ 1 ഓഫ് എ ഈക്വൽ ടു ലാംഡ 1 ഓഫ് എ ഫോർ എ ബിലോങ്സ് ടു L1. ആൻറ്റിസിമെട്രിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണ്. L1 ലാംഡ 1 L2 ലാംഡ 2. ദെൻ L1 ലാംഡ 1 ലെസ് ആർ ഈക്വൽ ടു L2 ലാംഡ 2 ഇംപ്ലൈസ് L1 is a subfield of L2 and lambda 1 of A equal to lambda 2 of A for A belongs to L1. Then L2 lambda 2 if L2 lambda 2 less than or equal to L1 lambda 1 implies L2 is a subfield of L1 and lambda 2 of A equal to lambda 1 of A for A belongs to L2. നമുക്കപ്പോൾ രണ്ട് കണ്ടീഷൻസ് കിട്ടി. L1 is a subfield of L2 and L2 is a subfield of L1. From these two we get L1 equal to L2. Also lambda 1 of A equal to lambda 2 of A ആണ് for A belongs to L1 and lambda 2 of A equal to lambda 1 of A for A belongs to L2 ആണ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ L1 equal to L2 ആണെന്നും കിട്ടി. therefore lambda 1 equal to lambda 2 ആയിരിക്കും. therefore നമുക്ക് എന്ത് പറയാം, L1 lambda 1 equal to L2 lambda 2 ആയിരിക്കും. so it is the relation less than equal to is antisymmetric on S. therefore ഇനി നമുക്ക് ട്രാൻസിറ്റീവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. L1 ലാംഡ 1 L2 ലാംഡ 2 ആൻഡ് L3 ലാംഡ 3 ബിലോങ്സ് ടു എസ്. ദെൻ L1 ലാംഡ 1 ലെസ് ആർ ഈക്വൽ ടു L2 ലാംഡ 2 ആൻഡ്
L2 lambda 2 less than or equal to L3 lambda 3. If L1 lambda 1 less than or equal to L2 lambda 2, which implies L1 is a subfield of L2 and lambda 1 of A equal to lambda 2 of A. If L2 lambda 2 less than or equal to L3 lambda 3, which implies L2 is a subfield of L3 and lambda 2 of A equal to lambda 3 of A. Then L1 is L1 subfield of L2 subfield of L3. നമുക്ക് അങ്ങനെ ഈ മൂന്നിതിൽ നിന്നും രണ്ട് കണ്ടീഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് L1 subfield of L2 subfield of L3 എന്ന് കിട്ടും. അതുപോലെ തന്നെ lambda 1 of A equal to lambda 2 of A equal to lambda 3 of A ആയിരിക്കും. which implies L1 is a subfield of L3 and lambda 1 of A equal to lambda 3 of A, which implies L1 lambda 1 less than or equal to L3 lambda 3. Therefore, the relation less than or equal to is transitive. Thus, S is partially ordered set. S ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റാണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എസ്സിൽ എല്ലാ ചെയിനിലും ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഏതൊരു ചെയിൻ എടുത്താലും അതിനൊക്കെ അപ്പർ ബൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് എസ്സിൽ അപ്പർ ബൗണ്ട് ഉള്ളത് തന്നെ സോൺസ് ലെമ്മ എന്താ പറയുന്നത്? ഇഫ് എസ് എന്ന് പറയുന്നത് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണെങ്കിൽ എവറി ചെയിൻ ഇൻ എസ് ഹാസ് ആൻ അപ്പർ ബൗണ്ട് ഇൻ എസ്, ദെൻ എസ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ മാക്സിമൽ എലിമെൻറ്റ്, ഒരു മാക്സിമൽ എലിമെൻ്റ് എങ്കിലും എസ്സിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു എസ്സിലൊരു ചെയിൻ എടുക്കുകയാണ്. ലെറ്റ് ടി ഈക്വൽ ടു സെറ്റ് എച്ച് ഐ ലാംഡ ഐ സച്ച് ദാറ്റ് ഐ ബിലോങ്സ് ടു ഐ വെർ ഐ ഇസ് ആൻ ഇൻഡെക്സ് സെറ്റ്. എച്ച് ഐ എന്ന് പറയുന്നതെല്ലാം എന്തായിരിക്കും? ഒരു ഇയുടെ സബ്ഫീൽഡാണ് എച്ച് ഐ ആൻഡ് ലാംഡ ഐ ഈസ് ആൻ ഐസോമോർഫിസം. എച്ച് ഐ ലാംഡ ഐ എന്ന് പറയുന്നത് ഒരു ചെയിനിലെ ഒരു എലമെൻ്റാണ്. ഈ ചെയിൻ എന്ന് പറയുന്നത് എസ്സിലെ ഒരു ചെയിനാണ്. എസ്സിലെ എലമെൻസിൽ നമുക്കറിയാം പാർഷ്യലി ഓർഡേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം പാർഷ്യലി ഓർഡേർഡ് സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ദാറ്റ് ഈസ് L1 ലാംഡ 1 ലെസ് ദാൻ ഈക്വൽ ടു L2 ലാംഡ 2 ആണെങ്കിൽ L1 ഇസ് എ സബ്ഫീൽഡ് ഓഫ് L2 ഉം ലാംഡ 1 ഓഫ് A ഈക്വൽ ടു ലാംഡ 2 ഓഫ് A ആയിരിക്കും. അതുപോലെ തന്നെ ഈ എച്ച് ഐ ലാംഡ ഐ എന്ന് പറയുന്നത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ എച്ച് ഐകളെല്ലാം എന്താണ്? എച്ച് ഐ എന്ന് പറയുന്നതെല്ലാം ഇയുടെ സബ്ഫീൽഡാണ്. ലാംഡ എന്ന് പറയുന്നത് ഐസോമോർഫിസമാണ്. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ എച്ച് ഐകളുണ്ടല്ലോ, ആ എച്ച് ഐകളുടെ യൂണിയൻ നമ്മൾ എച്ച് ആയിട്ട് എടുക്കും. അങ്ങനെയെങ്കിൽ ആ എച്ച് എന്ന് പറയുന്നത് ഈയുടെ ഒരു സബ്ഫീൽഡാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എച്ചിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണ്. എന്നിട്ട് എ ബി ബിലോങ്സ് ടു എച്ച്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ ഐ ബിലോങ്സ് ടു ഐ എച്ച് ഐ ആണ്. അപ്പം ടി ഒരു ചെയിനാണ്. ടി ഒരു ചെയിൻ ആണെങ്കിൽ തന്നെ ടിയിലെ എലിമെൻറ്റ്സ് എന്തായിരിക്കും? കമ്പയറബിൾ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ഐദർ H1 is a subfield of H2 or H2 is a subfield of H1. നമ്മൾ സപ്പോസ് ചെയ്യണം H1 is a subfield of H2 എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അങ്ങനെയെങ്കിൽ A belongs to H1 and B belongs to H2 implies AB belongs to H2. Since H1 is a subfield of H2, A belongs to H1 എന്ന് പറയുമ്പോൾ A എവിടെയും ഉണ്ടാവും? H2യിലും ഉണ്ടാവും. Therefore AB belongs to H2. Since എച്ച് ഐ എന്ന് പറയുന്നത് എന്താണ്? സബ്ഫീൽഡ് ഓഫ് ഇ ആണ്. ദെർഫോർ എന്തായിരിക്കും? A പ്ലസ് ഓർ മൈനസ് H2 എന്ന് പറയുന്നത് ഒരു സബ്ഫീൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ A പ്ലസ് ബി, A മൈനസ് ബി, A ബൈ ബി വേർ ബി നോട്ട് ഈക്വൽ ടു 0 എല്ലാം എവിടെ ഉണ്ടാവും? ഈ എലമെൻറ്റ്സ് എല്ലാം H2യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ എലമെൻറ്റ്സ് ഈ H2 എന്ന് പറയുന്നത് എച്ചിലെ ഒരു എലമെൻ്റാണ്. എച്ചിലെ ഒരു എലമെൻ്റ് എന്ന് പറയാൻ കാരണം എച്ച് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് എച്ച് ഐ ആണ്. ദെർഫോർ ഈ എലമെൻറ്റ്സിൽ എവിടെയും കാണും? എച്ചിലും കാണും. സോ നമുക്ക് എന്ത് പറയാം? എച്ച് എന്ന് പറയുന്ന ഒരു സബ്ഫീൽഡ് ഓഫ് ഇ എന്ന് പറയാം, സബ്ഫീൽഡാന്ന് പറയാം. ഇനി H2 ഈസ് എ സബ്ഫീൽഡ് ഓഫ് H1 എന്ന് എടുത്താലും ഇത് തന്നെ നമുക്ക് കിട്ടും. കാരണം എന്താണ്? ഫോർ ഈച്ച് ഐ ബിലോങ്സ് ടു ഐ എഫ് സബ്ഫീൽഡ് ഓഫ് എച്ച് ഐ സബ്ഫീൽഡ് ഓഫ് ഇ ആണ്. which implies F subfield of union HI subfield of E, which implies F subfield of H subfield of E. Therefore എന്താണ്? എച്ച് എന്ന് പറയുന്നത് സബ്ഫീൽഡ് ഓഫ് ഇ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലാംഡ എന്ന് പറയുന്നത് നമ്മൾ എച്ച് ഒരു ഇയുടെ ഒരു സബ്ഫീൽഡ് എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ലാംഡ എന്ന് പറയുന്നത് ഐസോമോർഫിസം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ലാംഡ ഫ്രം എച്ച് ടു എഫ് ഡാഷ് ക്ലോഷർ. നമ്മൾ നേരത്തെ ലാംഡ ഡിഫൈൻ ചെയ്തായിരുന്നു. അതെന്ന് പറയുന്നത് L2 എഫ് ഡാഷ് ക്ലോഷർ ആണ്. L2 എഫ് ഡാഷ് ക്ലോഷർ എന്ന് പറയുമ്പോൾ L എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈയുടെ ഒരു സബ്ഫീൽഡ് ആയിരുന്നു. ഇനി നമ്മൾ എച്ച് ഒരു സബ്ഫീൽഡാന്ന് ഈയുടെ ഒരു സബ്ഫീൽഡാന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ലാംഡ ഫ്രം എച്ച് ടു എഫ് ഡാഷ് ക്ലോഷർ എന്ന് പറയുന്നത്
ഒരു ഐസോമോർഫിസം ആണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഐസോമോർഫിസം ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹോമോമോർഫിസം ആണ് പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ 1 1 1 2 ആണ് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എച്ചിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു. ലെറ്റ് സി ബിലോങ്സ് ടു എച്ച്. നമ്മൾ ലാംഡ ഡിഫൈൻ ചെയ്യുന്നതാണ്. ലെറ്റ് സി ബിലോങ്സ് ടു എച്ച്, ദെൻ സി ബിലോങ്സ് ടു എച്ച് ഐ. സി എച്ചിൽ ഒരു എലമെൻ്റാണ് സി എങ്കിൽ എന്ത് വേണം? എച്ച് എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ ഓഫ് എച്ച് ഐ ആണ്. ദെർഫോർ സി ബിലോങ്സ് ടു എച്ച് ഐ ആയിരിക്കും ഫോർ സം ഐ ബിലോങ്സ് ടു ഐ. ആൻഡ് ലെറ്റ് ലാംഡ ഓഫ് സി ഈസ് ഈക്വൽ ടു ലാംഡ ഐ ഓഫ് സി. ലാംഡ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ലാംഡ ഓഫ് സി ഈക്വൽ ടു ലാംഡ ഐ ഓഫ് സി. ദ മാപ്പ് ഈസ് വെൽ ഡിഫൈൻഡ്. ഈ ലാംഡ എന്ന് പറയുന്ന മാപ്പ് വെൽ ഡിഫൈൻഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ H1 നിന്ന് ഒരു സി എടുത്തു, H2 നിന്നും ഒരു സി എടുക്കുകയാണെങ്കിൽ എലമെൻറ്റ് സി എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം H1 ലാംഡ 1 ലെസ് ആർ ഈക്വൽ ടു H2 ലാംഡ 2 ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് H2 ലാംഡ 2 ലെസ് ആർ ഈക്വൽ ടു H1 ലാംഡ 1 ആയിരിക്കും. ഏതെങ്കിലും ഒന്നായിരിക്കും. കാരണം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ H1 ഈസ് എ സബ് ഫീൽഡ് ഓഫ് H2 ഓർ H2 ഈസ് എ സബ് ഫീൽഡ് ഓഫ് H1. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പാർഷ്യലി ഓർഡേർഡ് സെറ്റിൽ ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. L1 ലാംഡ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു L2 ലാംഡ 2. അതുപോലെ തന്നെ നമ്മൾ എന്തെടുത്തു? H1 ലാംഡ 1 ലെസ് ആർ ഈക്വൽ ടു H2 ലാംഡ 2 ഓർ H2 ലാംഡ 2 ലെസ് ആർ ഈക്വൽ ടു H1 ലാംഡ 1. സിൻസ് T ഈസ് എ ചെയിൻ, ഇൻ ഐദർ കേസ് ലാംഡ 1 ഓഫ് സി ഈക്വൽ ടു ലാംഡ 2 ഓഫ് സി ആയിരിക്കും. കാരണം എന്താ? നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലാംഡ എന്താ നമുക്കിവിടെ തന്നിരിക്കുന്ന ലാംഡ ഓഫ് സി എന്ന് പറഞ്ഞാൽ ലാംഡ ഐ ഓഫ് സി ആണ്. അപ്പം H1 ലാംഡ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പാർഷ്യൽ ഓർഡേർഡ് സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. L1 ലാംഡ 1 ലെസ് ആർ ഈക്വൽ ടു L2 ലാംഡ 2 ആണെങ്കിൽ L1 ഈസ് എ സബ് ഫീൽഡ് ഓഫ് L2 ആയിരിക്കും. ആൻഡ് ലാംഡ 1 ഓഫ് എ ഈക്വൽ ടു ലാംഡ 2 ഓഫ് എ ഫോർ എ ബിലോങ്സ് ടു എൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? H1 ലാംഡ 1 ലെസ് ആർ ഈക്വൽ ടു H2 ലാംഡ 2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? H1 ഈസ് എ സബ് ഫീൽഡ് ഓഫ് H2 എന്ന് കിട്ടും. അതുപോലെ തന്നെ ലാംഡ 1 ഓഫ് സി, സി ആണ് ഇവിടുത്തെ H1 നിന്ന് H2 നിന്ന് നമ്മൾ എടുത്ത എലമെൻ്റ് ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡ 1 ഓഫ് സി ഈക്വൽ ടു ലാംഡ 2 ഓഫ് സി ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ മാപ്പ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലാംഡ ഒരു ഐസോമോർഫിസം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫ്രം H ടു എഫ് ഡാഷ് ക്ലോഷർ, എഫ് ഡാഷ് ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡിലേക്ക് ഉള്ള മാപ്പ് ഐസോമോർഫിസം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എച്ചിൽ നിന്ന് 2 എലമെൻറ്റ്സ് എടുക്കും. നമുക്കറിയാം എച്ചിൽ നിന്ന് 2 എലമെൻറ്റ്സ് എടുത്താൽ അത് എവിടെ ഉണ്ടാവും? എച്ച് ഐയിലുണ്ടാവും. കാരണം എച്ച് ഐയുടെ യൂണിയനാണ് എച്ച്. സോ ഇഫ് എ ബി ബിലോങ്സ് ടു എച്ച്, ദെൻ ദർ ഈസ് എ എച്ച് ഐ സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു എച്ച് ഐ. അതുപോലെ തന്നെ എന്തുണ്ടാവും? എ പ്ലസ് ബിയും എ ഇൻറ്റു ബിയും എവിടെ ഉണ്ടാവും? എച്ച് ഐയിലുണ്ടാവും. ഇനി നമുക്ക് എന്തെടുക്കാം? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലാംഡ ഹോമോമോർഫിസം എന്ന് പ്രൂവ് ചെയ്യണം. ലാംഡ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ലാംഡ ഓഫ് എ പ്ലസ് ലാംഡ ഓഫ് ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ലാംഡ ഓഫ് എ ബി ഈക്വൽ ടു ലാംഡ ഓഫ് എ ഇൻറ്റു ലാംഡ ഓഫ് ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ലാംഡ ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ലാംഡ ഐ ഓഫ് എ പ്ലസ് ബി. അത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ലാംഡ ഓഫ് സി ഈക്വൽ ടു ലാംഡ ഐ ഓഫ് സി ആണ്. ദെർഫോർ ലാംഡ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ലാംഡ ഐ ഓഫ് എ പ്ലസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഐ ഓഫ് എ പ്ലസ് ലാംഡ ഐ ഓഫ് ബി. നമ്മൾ നേരത്തെ പറഞ്ഞത് ലാംഡ ഐ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം ആണ്. ദെർഫോർ ലാംഡ ഐ ഓഫ് എ പ്ലസ് ബി എന്ന് നമുക്ക് ലാംഡ ഐ ഓഫ് എ പ്ലസ് ലാംഡ ഐ ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഓഫ് എ പ്ലസ് ലാംഡ ഓഫ് ബി. സിമിലർലി എന്ത് പറയാം? ലാംഡ ഓഫ് എ ബി ഈക്വൽ ടു എന്താണ്? ലാംഡ ഐ ഓഫ് എ ബി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഐ ഓഫ് എ ഇൻറ്റു ലാംഡ ഐ ഓഫ് ബി, സിൻസ് ലാംഡ ഐ ഈസ് ആൻ ഐസോമോർഫിസം വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഓഫ് എ ഇൻറ്റു ലാംഡ ഓഫ് ബി. ഓക്കെ, അതുകൊണ്ട് തന്നെ ലാംഡ എന്താണ്? ഹോമോമോർഫിസം ആണ്. ഇനി നമുക്ക് 1 1 ഓൺ ടു എന്ന് തെളിയിക്കണം. ക്ലിയർലി ഇറ്റ് ഈസ് ഓൺ ടു ബിക്കോസ് എല്ലാ എലമെൻസിനും എല്ലാ ഇമേജസിനും ഒരു പ്രീ ഇമേജ് ഉണ്ട്. സിൻസ് എച്ച് ഈസ് എ സബ് ഫീൽഡ് ഓഫ് എച്ച് ഐ ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ ആണ്. എച്ച് എന്ന് പറയുന്നത് സബ് ഫീൽഡ് ഓഫ് ഇ ആണ്. എച്ച് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ എച്ച് എന്ന് പറയുന്നതാണ് സബ് ഫീൽഡാന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. യൂണിയൻ ഓഫ് എച്ച് ഐകളുടെ യൂണിയൻ ഒരു സബ് ഫീൽഡാന്ന് നമ്മൾ പ്രൂവ് ചെയ്തു എച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് ഓൺ ടു ആണ്. ഇനി നമുക്ക് 1 1 ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ലാംഡ ഓഫ് എ ഈക്വൽ ടു 0 എടുത്താൽ എ ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടണം. സോ ലാംഡ ഓഫ് എ ഈക്വൽ ടു 0 ഫോർ എ ബിലോങ്സ് ടു എച്ച് ഐ ഫോർ സം ഐ ബിലോങ്സ് ടു ഐ ഇംപ്ലൈസ് ലാംഡ ഓഫ് എ ഈക്വൽ ടു എന്താണ്? ലാംഡ ഐ ഓഫ് എ ആണ്. വിച്ച് ഇംപ്ലൈസ് ലാംഡ ഐ ഓഫ് എ ഈക്വൽ ടു 0. സിൻസ് ലാംഡ ഈസ് ആൻ ഐസോമോർഫിസം എ ഈക്വൽ ടു 0. ദെർഫോർ ലാംഡ ഈസ് 1 1. ഹെൻസ് നമുക്ക് എന്ത് പറയാം? ലാംഡ ഈസ് ആൻ ഐസോമോർഫിസം ഓഫ് എച്ച് ഓൺ ടു എ സബ് ഫീൽഡ് ഓഫ് എഫ് ഡാഷ് ക്ലോഷർ. ഈ എച്ച് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഐകളുടെ യൂണിയൻ എന്ന് പറഞ്ഞു. സോ അതായിരിക്കൂലേ? എച്ച് ഐകളുടെ യൂണിയനാണ് എച്ച്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലാംഡ എന്ന് പറയുന്നത് ഈ സിഗ്മേനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദസ് എച്ച് ലാംഡ ബിലോങ്സ് ടു എസ് എന്താണ്, ഇസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ടി. ഈ എച്ച് ലാംഡ എന്ന് പറയുന്നതാണ് എന്ത്, ടിയുടെ അപ്പർ ബൗണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സിൻസ് ടി വാസ് ആൻ ആർബിട്രറി ചെയിൻ, നമുക്ക് എന്ത് പറയാൻ പറ്റും, എസ്സിൽ ഏതൊരു ചെയിൻ എടുത്താലും അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടാവും എസ്സിൽ. സോ നമ്മൾക്ക് ഇനി സോൺസ് ലെമ്മ അപ്ലൈ ചെയ്യാം. സോൺസ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബൈ സോൺസ് ലെമ്മ ദെയർ എക്സിസ്റ്റ് എ മാക്സിമൽ എലമെൻറ്റ് ഫോർ എസ് എന്ന് നമുക്ക് കിട്ടും. അതായത് ടിയിലെ എച്ച് ലാംഡ എന്ന് പറയുന്നതാണ് ടിയുടെ അപ്പർ ബൗണ്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എസ്സിലൊരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് കിട്ടി. എല്ലാ ചെയിനും ഒരു അപ്പർ ബൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു മാക്സിമൽ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും.